ഞാൻ ഓടിക്കുന്ന അത്ര ഒരു ദിവസം ഓടിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് നോ ഓപ്ഷൻ, യു ഹാവ് ടു ടേക്ക് EV. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. കാരണം ഈ വണ്ടി മേടിച്ചപ്പോൾ ഐ എം സൂപ്പർ ഹാപ്പി. റീജൻ യൂസ് ചെയ്യുമായിരുന്നു തുടക്കത്തില്. റീജൻ 3 ഇട്ട് ഓടിച്ചു. റീജൻ 3 ഇട്ട് ഓടിക്കുമ്പോൾ റേഞ്ച് കുറയുന്നുണ്ട്. ഹാൻഡ്ലിങ് അത്ര ഒരു ഹോട്ട് ഹാച്ച് പോലെ ഹാൻഡിൽ ചെയ്യത്തൊന്നുമില്ല. 3 വർഷം എനിക്ക് ഓടിക്കാൻ പറ്റിയാൽ ഈ ചിലവാക്കുന്ന കാശ് അപ്പോഴേ തിരിച്ചു വരും. ഐ ഡോണ്ട് കെയർ അബൌട്ട് ട്രാഫിക്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഫറ്റീഗ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് നോയ്സ്. പക്ഷേ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. ഐ ഹാഡ് നോ കംപ്ലൈൻറ്റ്സ് ടിൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതിനുശേഷം കംപ്ലൈൻറ്റ് വന്നു. സോ ടെക്നിക്കലി ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഐഡിയ. പക്ഷേ ഈ സാധനം ഒരിക്കലും വർക്ക് ചെയ്യില്ല. ടിയാഗോ EV ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് കാർ. കൊമറ്റ് EV ഉണ്ട്, നമ്മളൊരു പ്രോപ്പർ ഹാച്ച് ബാക്സിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പം ടിയാഗോ EV ഇറങ്ങിയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഇത്രയും നാൾ കൊണ്ട് നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടിയാഗോ. കാരണം ടാറ്റ എന്നൊരു ബ്രാൻഡിനെ അതുപോലെ EV കസ്റ്റമേഴ്സ് EV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഉദാഹരണമാണ്. കാരണം നെക്സണും ടിയാഗോയും ഒക്കെയാണ് നമ്മുടെ റോഡ്സിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ള ഇലക്ട്രിക് കാർസ്. അതിൽ ഇപ്പം ടിയാഗോ EVയുടെ തൊട്ട് മുകളിലായിട്ട് പഞ്ച് EV വന്നിട്ടുണ്ട്. അതും ഒരു ബെറ്റർ EV ഓപ്ഷനായിട്ട് പരിഗണിക്കാവുന്ന വാഹനമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ടിയാഗോ EVയുടെ ഒരു ലോങ് ടേം എക്സ്പീരിയൻസ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മൾ ഇൻട്രോ അധികം നീട്ടുന്നുള്ളൊരു പരാതി കാരണം വളരെ വെട്ടിക്കുറയ്ക്കുന്നു. ടിയാഗോ EV കഴിഞ്ഞ ജൂണിൽ സ്വന്തമാക്കിയ യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് വണ്ടിയെപ്പറ്റി നല്ല രീതിയിൽ നമുക്ക് ചോദിച്ചറിയാൻ പറ്റുന്ന ആൾ തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് ഇതിൻ്റെ 1 ഇയർ എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. പ്രത്യേകതയുള്ളത് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് വന്ന സാഹചര്യവും അതിൻ്റെ കാര്യങ്ങളുമാണ് നമ്മൾ മെയിനായിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ടിയാഗോ EV യൂസർ എക്സ്പീരിയൻസിലേക്ക് സ്വാഗതം. ടിയാഗോ EVയുടെ യൂസർ ഇതാണ് ഡോക്ടർ ലൂയിസ് ജോർജ്. ഡോക്ടർ വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. ഒരു BHPN ആണ്. ex-BHPN ആണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓർത്തോപീഡിക് സർജൻ ആണ്. ഓക്കെ, ഇപ്പോൾ ആലപ്പുഴ ESI ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പം ടിയാഗോ EV വാങ്ങി കൊച്ചിയിലാണ് വീട്, പനങ്ങാടാണ് സ്വദേശം. അവിടുന്ന് ആലപ്പുഴയിൽ ഡെയിലി പോയി വരേണ്ടത് ആവശ്യമുള്ളതുകൊണ്ടായിരിക്കും ഈ EVയിലോട്ട് വന്നത്. അപ്പം അന്ന് ഏതൊക്കെ വണ്ടികൾ ഓപ്ഷൻസിലുണ്ടായിരുന്നു? ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് ടിയാഗോ EV എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നത്. അപ്പം ആദ്യം ഈ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നത് കൊച്ചി ആലപ്പുഴ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നത് ഫീഗോ, ഫോർഡ് ഫീഗോ TDCi ഡീസലായിരുന്നു. അത് കോഡ് 6 റീമാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു നല്ല വണ്ടിയായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. സ്പോർട്ടിയാണ്. റീമാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഹാൻഡ്ലിംഗ് ഉണ്ട്, ബ്രേക്കിംഗ് ഉണ്ട്, ഹാച്ചിൻ്റെ എല്ലാ. അത് കഴിഞ്ഞ് അപ്ഗ്രേഡ് ചെയ്തു. ഫീഗോ കളഞ്ഞില്ല, ഫീഗോ റീറ്റെയിൻ ചെയ്തിട്ട് എക്കോസ്പോർട്ട് TDCi എടുത്തു. അതും റീമാപ്പ് ചെയ്തു. പവറും ടോർക്കും അത്യാവശ്യമാണ് സ്റ്റേജ് 1 അപ്പം പവറും ടോർക്കും എനിക്ക് ഇല്ലാതെ ഓടിക്കാൻ സുഖമില്ല. അപ്പോൾ അത് കുറേ കാലം ആ വണ്ടി രണ്ടും ഓടിച്ചു ഈ ഓട്ടം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കയറുന്നത്, പിന്നെ വണ്ടിക്കും പ്രായമായി, ഫോർഡ് സ്ഥലം വിടുന്ന ന്യൂസായി. അപ്പം രണ്ടും ഡിസ്പോസ് ചെയ്തു. ഭയങ്കര വിഷമിച്ചാണ് രണ്ടും കളഞ്ഞത്. രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള വണ്ടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് വണ്ടി എന്താന്നുള്ള നോട്ടത്തിൽ. അപ്പോൾ ഇത്രയും അന്ന് തന്നെ ഇത് എക്കോസ്പോർട്ട് ഓടിക്കുമ്പോൾ ഒരു 22 കിലോമീറ്റർ മൈലേജ് കിട്ടും ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് ആലപ്പുഴ. അതും പതുക്കെ അല്ല പോണേ. ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് ഐ യൂസ് ടു ഗെറ്റ് നല്ല മൈലേജ് കിട്ടും. അപ്പോൾ അത്രയും മൈലേജ് ലാഭം കിട്ടുമ്പോൾ അത് കളയേണ്ട ആവശ്യം പോലും തോന്നിയില്ല. ദെൻ ഫൈനലി വണ്ടിക്ക് പ്രായമായി കൊടുക്കണം. അപ്പോൾ കൊടുത്തു. അത് കഴിഞ്ഞ് അതിനേലും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഡ്രൈവ് എനിക്കിനി അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഐ ഹാവ് ടു ലുക്ക് ഫോർ സംതിങ് ചീപ്പർ. 22 മൈലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലും മൈലേജ് നോക്കിയേ പറ്റുള്ളൂ. ഹൈബ്രിഡ് അല്ലെങ്കിൽ EV എന്നുള്ളതാണ്. അപ്പോൾ ഹൈബ്രിഡ് നോക്കിയില്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ പെട്രോളിനോട് താല്പര്യമില്ല. ഡീസലിൻ്റെ ടോർക്ക് കിട്ടില്ല പെട്രോളിന്. ഇൻസ്റ്റന്റ് ആക്സലറേഷൻ വേണമെങ്കിൽ പെട്രോൾ പറ്റില്ല. അപ്പോൾ അതിനേലും ടോർക്കുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ EV നോക്കിയേ പറ്റൂ. ഡീസലിനെക്കാട്ടിലും ടോർക്ക് വേണമെങ്കിൽ യു ഹാവ് ടു ലുക്ക് അറ്റ് EV. കാരണം 0 RPM തന്നെ EVയിൽ ടോർക്ക് കിട്ടും. അപ്പോൾ EV നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ EV ഒരു എക്സ്പെരിമെൻ്റൽ സിസ്റ്റം ആണല്ലോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ വണ്ടി എടുത്തത്.
അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയില്ല. കാരണം എക്കോസ്പോർട്ട് അത് ട്യൂൺ ചെയ്ത് കഴിയുമ്പോൾ ഏതാണ്ട് 140 ഹോഴ്സ് പവർ ഡൈനോയിൽ നോക്കിയപ്പോൾ 140 ഹോഴ്സ് പവർ അത്രയും പവർ ഉണ്ട്. അപ്പോൾ അത്രയും പെർഫോമൻസ് കിട്ടൂല എന്ന് ഉറപ്പാണ്. എന്നാലും കുഴപ്പമില്ല, എന്നാലും സാറില്ല, കാശ് ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചെടുത്തതാണ്. പക്ഷേ എക്കോസ്പോർട്ടിനെക്കാട്ടിലും ആക്സലറേഷൻ ഉണ്ട് ഇതിന് ഇനീഷ്യൽ. എക്കോസ്പോർട്ടിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് എനിക്ക് ആലപ്പുഴ എത്താനും പറ്റണ്ടായി. അപ്പോൾ ആദ്യത്തെ ഒറ്റ ദിവസം കൊണ്ട് ആ ഡൗട്ട് മാറി, പവറില്ല എന്നുള്ള ഡൗട്ട് അപ്പോഴേ മാറി. അപ്പോൾ ഒരു റീമാപ്പ് ചെയ്ത ഒരു ഡീസൽ വണ്ടിയുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഇനീഷ്യലിൽ സോ അപ് ടു 80-90 km/h ഈ വണ്ടി ഭയങ്കര ആക്സലറേഷൻ ആയിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ആക്സലറേഷൻ. ഓൺ പേപ്പർ 75 bhp എന്തോ ഉള്ളു ഇതിന്. പക്ഷേ ടോർക്ക് ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഫ്രം 0 RPM, ട്രാഫിക് ലൈറ്റിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ടേക്ക് ഓഫ് ആണ്. അപ്പം പിന്നെ നമ്മൾ 80 എത്തിക്കഴിയുമ്പോഴാണ് ബാക്കി വലിയ പവറുള്ള വണ്ടികളൊക്കെ നമ്മുടെ ഒപ്പം എത്തുക. പിന്നെ കേരളത്തിലെ റോഡിൽ ആക്സലറേഷൻ ആവശ്യം. ഈ ടോപ്പ് സ്പീഡ് കിട്ടിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും സ്പീഡ് ലിമിറ്റിന്റെ ഉള്ളിൽ നിൽക്കേണ്ടി വരും, ട്രാഫിക് കാരണവും ക്യാമറ കാരണവും. അപ്പോൾ ടോപ്പ് സ്പീഡ് ആവശ്യമില്ല, ആക്സലറേഷൻ ആവശ്യം, അത് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഈ വണ്ടി എടുത്തു. വെരി ഹാപ്പി വിത്ത് ദ കാർ. സോ പക്ഷേ മേടിക്കുമ്പോൾ തന്നെ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്താൽ മേടിക്കുന്നത്. എല്ലാ സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻസ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ബാറ്ററി പെട്ടെന്ന് ചീത്തയാവും, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മേടിക്കുന്നത്. കണക്കൂട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ മാസവും ഒരു 25,000 രൂപ 30,000 രൂപ ഡീസലിന് ചിലവാകും. അപ്പം ഒരു 3 വർഷം എനിക്ക് ഓടിക്കാൻ പറ്റിയാൽ ഈ ചിലവാക്കുന്ന കാശ് അപ്പോഴേ തിരിച്ചു വരും. അപ്പം അങ്ങനെ കാൽക്കുലേഷൻ ചെയ്തപ്പം ഒരു ഗാമ്പിളിന് ഞാൻ റെഡിയാണ്. അതായത് ഒരു വർഷം ഏകദേശം 3.5-4 lakhs rupees ഫ്യൂവൽ എക്സ്പെൻസ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം എനിക്ക് ലാഭമായി. അതെ, സോളാറുണ്ട്, സോളാർ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ലും അണ്ടർ കൺട്രോളാണ്. ഒരു 200 to 800 റേഞ്ചിലാണ് മാസം വരുന്നത് അല്ലേ? AC ഇല്ല വീട്ടിൽ, AC ഇല്ല. അപ്പം മെയിൻ കൺസംഷൻ ഇവനാണ്. പിന്നെ കുക്കിങ്ങിൻ്റെ കുറച്ച്. പക്ഷേ സോ ഇലക്ട്രിസിറ്റി വലിയൊരു ബില്ലല്ല ഇപ്പോൾ. ഇനിയിപ്പോൾ പോളിസീസ് ഇവർ മാറുമ്പോൾ എങ്ങനെ റേറ്റ് കൂടുന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഈ വണ്ടി അങ്ങനെയാണ് ഇതിലോട്ട് വന്നത്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു BHPN അല്ലെങ്കിൽ ഒരു വാഹന പ്രേമിയാണ് എന്തായാലും. അപ്പം ഒരു ഡീസലിൻ്റെ ഇൻസ്റ്റൻറ്റ് ടോക്കോ അല്ലെങ്കിൽ ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസോ ഒക്കെ ഫീൽ ചെയ്തിട്ട് ഇലക്ട്രിക്കിലോട്ട് മാറിയതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെ ഫീൽ ചെയ്തു? കാരണം കഴിഞ്ഞ ദിവസം ജിനോബ്രോ, നമ്മുടെ കോഡ് 6-ലെ ജിനോബ്രോയോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടി ഒരു ഇലക്ട്രിക് കാറാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള ഒരാൾ ഇതിലേക്ക്, അതായത് ആ ഒരു ഫേമിൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾ ഇതിലേക്ക് വന്ന് അവർ പറഞ്ഞു, അതായത് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും, ഒന്നും വേറൊന്നും പറയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ടോർക്കിൻ്റെ കാര്യത്തിൽ കോമ്പറ്റീഷൻ ഇല്ല. ഡീസലിൻ്റെയോ പെട്രോളിൻ്റെയോ പല മടങ്ങ് ടോർക്ക് നമുക്കിവിടെ കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിയില്ല, പക്ഷേ ബേസിക്കലി ചിലപ്പോൾ ടോർക്ക് കൂടുതൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിലായിരിക്കും, പക്ഷെ അവരുടെ പവർ ബാൻഡ് എത്തണമെങ്കിൽ സമയം എടുക്കും. അപ്പോൾ ഈ ലാഗ് ഉണ്ട്. അപ്പോൾ ടർബോ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലാഗ് ഉണ്ടാവും. ടർബോൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് ലാഗും കൂടും. അപ്പം അത് ആ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ഇവിയുടെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് സൈക്കിളാണ്, ഇലക്ട്രിക് സൈക്കിൾ. അപ്പോൾ ഇലക്ട്രിക് സൈക്കിളിൽ ഞാൻ കൊച്ചി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഐ യൂസ് ടു ട്രാവൽ 20 kilometers ഡെയിലി ഓൺ ഇലക്ട്രിക് സൈക്കിൾ ഡ്യൂട്ടിക്ക്. അപ്പോൾ ആ സമയത്തും ആ ട്രാഫിക് ലൈറ്റിൽ നിന്ന് ആദ്യം ലോഞ്ച് ചെയ്യുന്നത് ഇലക്ട്രിക് സൈക്കിളായിരിക്കും, ബാക്കി കാർസ് അല്ല. കാരണം ഇതുണ്ട്, കാലിന്റെ പവർ ഉണ്ട് അതിൻ്റെ കൂടെ, അതൊരു ഹൈബ്രിഡ് ആണ്. അപ്പോൾ മനസ്സിലായി EVക്ക് ഇത്രയും ആക്സലറേഷൻ ഉണ്ടെന്ന് അന്നേ മനസ്സിലായി. അപ്പം എൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈലിന് ഇൻസ്റ്റന്റ് ആക്സലറേഷൻ വേണം, അത് EVയിൽ സാറ്റിസ്ഫൈഡ് ആണ്. സോ അതായിരുന്നു ആദ്യത്തെ റിക്വയർമെൻറ്റ്. പിന്നെ ഉള്ളത് ഓൾ EVs ആർ ഓട്ടോമാറ്റിക്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഞാൻ ഇതുവരെ മാനുവൽ, ഓട്ടോമാറ്റിക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ മാനുവലേ എടുക്കുകയുള്ളൂ, കാരണം എനിക്ക് ഓടിക്കാൻ ഇഷ്ടം മാനുവലാണ്. ഇപ്പം അത് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ മാനുവൽ എന്നുള്ളത് ഇല്ല. സോ ഓൾ യു ഹാവ് ഇസ് ഗിയർ സെലക്ടർ, റിവേഴ്സ് ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, പിന്നെ സ്പോർട്ട് ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 2 ഗിയറുകൾ, ഡ്രൈവും സ്പോർട്ടും. എക്സ്ട്രീം ആക്സിലറേഷൻ വേണമെങ്കിൽ സ്പോർട്ട് ഇടും. സ്പോർട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. വണ്ടി മേടിച്ച ആദ്യത്തെ കുറച്ച് ദിവസം ആ കിക്കിന് വേണ്ടി ഇടുമായിരുന്നു. പക്ഷേ അത് തന്നെ ഓവറാണ്. ആക്സിലറേഷൻ അത്രയും
തുടക്കത്തിലൊക്കെ സ്കേറിയാണ്, അത്ര ആക്സലറേഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഡ്രൈവിൽ തന്നെ ഇട്ട് ആക്സലറേറ്റ് ചെയ്യും. അപ്പോൾ വല്ലപ്പോഴും ഒരു ടൈറ്റ് സിറ്റുവേഷൻ സ്പോട്ട് ഇടും. അപ്പം ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണം കണ്ടത് ഇതിലാണ്. അപ്പോൾ ട്രാഫിക്കിലും പ്രത്യേകിച്ച്. സോ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഇറിറ്റേഷൻ വരും. ഇപ്പോൾ ഐ ഡോണ്ട് കെയർ. പിന്നെ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഡീസലും പെട്രോളും കത്തും. ഇതിൽ പവർ കൺസംഷൻ ഇല്ല. ആ എ സിയുടെ പവർ അത് മൈനറാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണം ട്രാഫിക്കിലുള്ള റിലാക്സേഷൻ. മൂന്നാമത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം, നോയ്സും വൈബ്രേഷനും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനിൽ വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് സൗണ്ട്, വണ്ടിയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്വിഫ്റ്റിൽ എക്സോസ്റ്റ് ഒക്കെ മാറ്റി അതൊക്കെ ആസ്വദിച്ച ആളാണ്. പക്ഷേ എക്സോസ്റ്റ് മാറ്റി ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കിക്ക് തീരും. എവിടെയെങ്കിലും ഒരു സമാധാനമായിട്ട് പോകാൻ പറ്റില്ല. അപ്പം അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കാൻ തോന്നുമ്പം സൗണ്ട് ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അല്ലെങ്കിൽ ഈ നോയ്സ് ലോങ് ഡ്യൂറേഷൻ ഡ്രൈവ്സിൽ ഫറ്റീഗും കൂടും. അപ്പം ഐസ് എഞ്ചിൻ എത്ര സ്മൂത്ത് ആണെങ്കിലും കുറച്ച് വൈബ്രേഷൻ ഉണ്ടാവും, എത്ര സ്മൂത്ത് ആണെങ്കിലും കുറച്ച് നോയ്സ് ഉണ്ടാവും. ലോങ് ഡ്യൂറേഷൻ അപ്പം ഫറ്റീഗ് വരുന്നില്ല ഇത്. അപ്പോൾ ഡെയിലി എനിക്ക് 130 കിലോമീറ്റേഴ്സ് എക്കോസ്പോർട്ട് നല്ലൊരു കംഫർട്ടബിൾ വണ്ടിയാണെങ്കിലും വൈകിട്ടാവുമ്പോഴേക്കും ഫറ്റീഗ് വരും. ഇതിപ്പോൾ ഐ എം ഡ്രൈവിംഗ് 130 കിലോമീറ്റേഴ്സ് ഡെയിലി ആൻഡ് ഐ എം നോട്ട് ഫീലിംഗ് ഫറ്റീഗ്. ആൻഡ് ഇഫ് മൈ ഫാമിലി ആസ്ക് മീ നമുക്ക് പുറത്ത് പോവാം വൈകിട്ട് വന്നിട്ട്, റെഡി. അപ്പം വണ്ടി ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ട്രാഫിക്, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഫറ്റീഗ്, ഐ ഡോണ്ട് കെയർ അബൌട്ട് നോയ്സ്. റോഡ് റേജ് ഇല്ലിപ്പോൾ. അതും ഒരു വേറൊരു ഫാക്ടറാണ്. അപ്പോൾ മറ്റേ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ സൗണ്ടും അതിൻ്റെ ആ ഫീലും വരുമ്പം നമ്മുടെ ഹോർമോൺസിന് എന്തോ ഒരു വരാറുണ്ട്. അപ്പോൾ ആ റോഡ് റേജ് എൻകറേജ്മെൻറ്റും വരുന്നുണ്ട് ഇൻറ്റേർണൽ കമ്പഷനിൽ. ഇതിൽ ഒരു മെഡിറ്റേഷൻ സ്റ്റൈലിൽ ഇങ്ങനെ ഐ എം ഡിറ്റാച്ച്ഡ് ഫ്രം ഓൾ മൈ സറൗണ്ടിങ്സ്, നത്തിങ് വിൽ അഫക്ട് മീ കൈൻഡ് ഓഫ് ഫീൽ. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ഇത്. പിന്നെ ഫൈനലി ഓഫ് കോഴ്സ് സി ദ മെയിൻ റീസൺ, ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ കാശ് ലാഭിക്കാനാണ്. അത് പെർഫെക്റ്റ് ഫോർ മീ. കാരണം എനിക്ക് ഇത്രയും ഓട്ടം ഉണ്ട്, 130 കിലോമീറ്റർ ഒരു ദിവസം ഓടാനുണ്ട്. അപ്പം അതിന് ലാഭമാണ്. സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് ഏകദേശം ജൂണിലാണ് വണ്ടി എടുത്തത്. ജൂണാണ്. ടിയാഗോ ഇറങ്ങി ഏകദേശം അടുത്ത സമയത്ത് തന്നെ വണ്ടി എടുത്തു. എത്ര ബുക്കിംഗ് പീരീഡ് ഒക്കെ അന്ന് പെട്ടെന്നായിരുന്നു ഡെലിവറി, ഫാസ്റ്റ് ഡെലിവറി? അത് തമാശയുണ്ട്. ബുക്കിംഗ് ആ സമയത്ത് വെയിറ്റിംഗ് പീരീഡ് 6 മാസം 5 മാസം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ വണ്ടി ഉടനെ വേണം. അപ്പം കിട്ടൂല എന്നറിയാം. അപ്പോൾ നമ്മൾ സെയിൽസിൽ പോയി വൈറ്റ്ലയിലെ മലയാളം ടാറ്റ അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ടിയാഗോ സെയിലിനുണ്ടോ? ഉണ്ട്. വെയിറ്റിംഗ് പീരീഡ് 6 മാസം. ഇപ്പോൾ വണ്ടിയുണ്ടോ? ഇന്ന് രാവിലെ ഒരാൾ ക്യാൻസൽ ചെയ്ത വണ്ടിയുണ്ട്, അതെടുക്കട്ടെ. അടുത്ത ദിവസം വണ്ടി മേടിച്ചു. അതുകൊണ്ട് എനിക്ക് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായില്ല. അത് ശരി, പെട്ടെന്ന് ഇൻ 1 വീക്കിലെല്ലാം റെഡിയായി. 2 ഡേയ്സിലെല്ലാം റെഡിയായി. 2 ഡേയ്സിൽ റെഡിയായി. അത് ശരി, അങ്ങനെ ഒരു ലക്ക് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന വണ്ടി കുറേ ഡൗട്ട്സ് കാണും. അല്ല, നെക്സോണിന്റെ ഒരു റെഫറൻസ് ഉള്ള നെക്സോൺ ഉണ്ടായിരുന്നു. പിന്നെ ടിഗോർ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. ടിഗോറിന്റെ സെയിം മോട്ടർ ആണെന്ന് കേട്ടു. അപ്പൊ പിന്നെ ഇറ്റ് ഷുഡ് ബി ബെറ്റർ എന്ന് വിചാരിച്ചു. പവർ കുറച്ചുകൂടെ, വണ്ടി ചെറുതായിരിക്കും. പിന്നെ അവർ പറഞ്ഞു കുറച്ചുകൂടെ നല്ല വണ്ടി ടിയാഗോ തന്നെയാണ്, ബാലൻസിലും എല്ലാത്തിലും, ബാറ്ററി വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം. അപ്പം അത് ഓടിച്ചു നോക്കി ഹാപ്പി ആയി. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ ഹാപ്പി ആയിരുന്നു. ഓക്കെ. അപ്പം അന്ന് മുതൽ ഇന്ന് വരെ എത്ര കിലോമീറ്റർ ഓടി ഇതുവരെ? ഇപ്പോൾ 28,000 ആയി. 28,000. അപ്പം ഏകദേശം ഒരു 1.5 ലക്ഷം രൂപയുടെ ഫ്യൂവൽ അടിക്കണമായിരുന്നു മറ്റേ വണ്ടിയിലായിരുന്നു. അത് ലാഭിച്ചു. ഓക്കെ. അപ്പം ഈ 28,000 കിലോമീറ്റേഴ്സിൽ എത്ര സർവീസസ് ചെയ്തിട്ടുണ്ട്? ഫ്രീ സർവീസസ് ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിലവായിട്ടില്ല. അല്ല, സർവീസസ് ചെയ്തിട്ടില്ല. സർവീസസ് എല്ലാം ചെയ്തു. പക്ഷേ 1,500 1,700 എന്തോ ആയിരുന്നു തോന്നുന്നു ലാസ്റ്റ് ബിൽ. ഹാങ് ഓൺ, 1,000 പ്ലസ് വന്നല്ലേ? 1,000 പ്ലസ്. ഫസ്റ്റ് ഫ്രീ സർവീസസിന് ഫ്ലൂയിഡ് എന്തോ ചേഞ്ച് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ബില്ല് ഓർക്കാനുള്ള വലിയ ബില്ലൊന്നും വന്നില്ല. അതാ ഇപ്പം ഞാൻ തപ്പുന്നത്. ഈ പറഞ്ഞ 5,000 10,000 പ്ലസ് ബിൽസ് കണ്ട് ശീലം കഴിഞ്ഞിട്ട് ഇതിപ്പോ അവര് 2,000 2,500 അങ്ങനെ എന്തോ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതെനിക്ക് ചിലവൊന്നും വന്നില്ല. ഓക്കെ. അപ്പം അതിൽ സർവീസസിൽ വന്നിട്ട് ഓരോ സർവീസസിന് പോകുമ്പോഴും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പാർട്സ് റീപ്ലേസ്മെൻറ്റിന് ആവശ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടോ?
ഇല്ല, കംപ്ലയിൻസ് 2 പ്രാവശ്യം പറഞ്ഞു. അത് എൻ്റെ തെറ്റായിരുന്നു. അപ്പം വണ്ടി നമ്മൾ ആദ്യം ഇഗ്നിഷൻ ഓൺ ആക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ടേൺ ചെയ്ത് കഴിയുമ്പോഴാണിത് റെഡി ടു ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ഇത് വരുന്നത്. അപ്പം നമ്മൾ റെഡി ടു ഡ്രൈവ് വന്നില്ലെങ്കിൽ ഗിയർ സെലക്ട് ചെയ്യാൻ പറ്റില്ല, വണ്ടി അങ്ങനെ ഓൺ ആവും, പക്ഷേ യു വിൽ നോട്ട് ബി ഏബിൾ ടു മൂവ്. ഓക്കെ. അപ്പോൾ 2 പ്രാവശ്യം ഓരോ സ്ഥലത്ത് പോയിട്ട് ഇത് ഓൺ ആക്കിയിട്ട് റെഡി ടു ഡ്രൈവ് വരുന്നില്ല. സോ ദേ സെഡ് വെയിറ്റ് ഫോർ സം ടൈം, സ്വിച്ച് ഇറ്റ് ഓഫ് ആൻഡ് സ്വിച്ച് ഇറ്റ് ഓൺ ആൻഡ് ഇറ്റ് വിൽ വർക്ക്. ശരിയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആ ബ്രേക്കിൽ ചവിട്ടിയിട്ട് വേണം ഇത് തിരിക്കാൻ. പക്ഷെ ബ്രേക്കിൽ നമ്മൾ ചെറിയ തോതിൽ ചവിട്ടിയാൽ ഇത് ആക്റ്റീവ് ആവില്ല. അപ്പോൾ ചവിട്ടുമ്പോൾ കുറച്ച് ആഞ്ഞ് ചവിട്ടിയായിരുന്നെങ്കിൽ ആ 2 പ്രാവശ്യം എനിക്ക് 15 മിനിറ്റ് നഷ്ടം വരില്ലായിരുന്നു. അപ്പോൾ അനാവശ്യമായിട്ട് ഞാൻ സർവീസ് സെന്ററിൽ 2 പ്രാവശ്യം പോയി. അവർ 2 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണ്. ഓട്ടോമാറ്റിക് യൂസ് ചെയ്ത് ശീലമില്ല, അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ പക്ഷെ വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. ഐ ഹാഡ് നോ കംപ്ലൈൻസ് ടിൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ അതിനുശേഷം കംപ്ലൈന്റ് വന്നു. കംപ്ലൈന്റ് ആണോ? ഓക്കെ, കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ സോ ഇവിക്ക് ആകെ വരുന്ന പ്രോബ്ലം ബാറ്ററിയാണ്. അപ്പോൾ ഈ ബാറ്ററിക്ക് പ്രോബ്ലം വന്നു തുടങ്ങി. സോ നോർമലി ഈ വണ്ടിയുടെ ബാറ്ററി ചാർജ് 10% താഴെ പോകുമ്പോൾ ലിംബോ മോഡിലോട്ട് പോകും. സ്പീഡ് കുറയും, ഒരു ആമയുടെ ഓറഞ്ച് കളർ ഇൻഡിക്കേറ്റർ വരും. അത് കഴിഞ്ഞാൽ യു ആർ നോട്ട് അലൗഡ്. അപ്പോൾ എ സി സ്വിച്ച് ഓഫ് ആവും. ആൻഡ് ദെൻ ഉരുട്ടി വീട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ ചാർജറിൽ എത്തിക്കണം. അപ്പോൾ ദാറ്റ് ഇസ് സപ്പോസ് ടു ഹാപ്പൻ 10%. അപ്പോൾ എൻ്റെ വണ്ടി 34% അത് കാണിച്ചു. അപ്പം ഞാൻ സാധാരണ 40% താഴെ ബാറ്ററി വിടാറില്ല. സോ ദ പ്രോബ്ലം മൈറ്റ് ഹാവ് സ്റ്റാർട്ടഡ് ഏർലിയർ, പക്ഷെ ഞാൻ അറിഞ്ഞില്ല, അറിഞ്ഞു കാണില്ല. എല്ലാ ദിവസവും 40 ഓടിച്ചിട്ട് വന്ന് നേരെ ചാർജ് ചെയ്യുവാണ്. ഈ 40 താഴെ പോകാറില്ല. അപ്പോൾ 34 കണ്ടു. അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ വേറെ പലർക്കും വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നോക്കാം. ഫസ്റ്റ് പ്രാവശ്യം തന്നെ ഞാൻ സർവീസ് സെന്ററിൽ കൊണ്ടുപോകാൻ അല്ല, ഇത് എറാർന്ന് അറിയാമായിരുന്നു. എന്നാലും ഒറ്റ പ്രാവശ്യം എറർ വന്നാൽ നമ്മൾ ടാറ്റയിൽ കൊണ്ടുപോയാൽ ചിലപ്പോൾ അവർ ഇപ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ തന്നെ അങ്ങ് വെയിറ്റ് ചെയ്തു. പിന്നെ 2 ആഴ്ച കുഴപ്പമൊന്നും ഇല്ലാതെ ഓടി. പക്ഷേ ബാറ്ററി പതുക്കെ ഡിഗ്രേഡ് ആവുന്നതനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പം ആദ്യം ബാറ്ററി 34% ലിംബോം കാണിച്ചു. ആ 34% ലിംബോം കാണിച്ചിട്ട് ഞാൻ വണ്ടി ഓടിച്ചു. ഒരു 2 കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പം ഹൈ വോൾട്ടേജ് എറർ വന്നു. അതൊന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തോ ഓഫ് ചെയ്തോ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഹൈ വോൾട്ടേജ് എറർ പോയി. ഞാൻ വീട്ടിലെത്തി. സോ ഐ തോട്ട് ഐ ട്രൈ. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് 44% അതേ എറർ വന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി പ്രോബ്ലം ഡിസ്ക്രൈബ് ചെയ്തു. അങ്ങനെ അവർ അപ്പോൾ തന്നെ ശരി ഞങ്ങൾ നോക്കാം, മൺഡേ കൊടുത്തു. ഫ്രൈഡേ വണ്ടി തിരിച്ചു വന്നു, ബാറ്ററി മാറ്റി തിരിച്ചു വന്നു. നൗ ഇറ്റ്സ് റണ്ണിങ് വെൽ. അപ്പം ഈ പ്രശ്നം ഞാൻ പ്രതീക്ഷിച്ചതാണ്. സോ ഇതൊരു വലിയ ഷോക്കായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ എനിക്ക് ആകെ 5 ദിവസമേ വണ്ടി കയ്യിൽ നിന്ന് മാറി നിന്നുള്ളൂ. എനിക്ക് 5 ദിവസം കൊണ്ട് അവർ ബാറ്ററി മാറ്റി തന്നു. അതാണ് പൊതുവെ ഇപ്പം ഞാൻ കേൾക്കുന്നത്. അപ്പം ബാറ്ററിക്ക് പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ ടാറ്റ ഫാസ്റ്റായിട്ട് മാറ്റി തരുന്നുണ്ട്. അപ്പോൾ അതെനിക്കറിയാം, അത് അവർ ചെയ്യുന്നു. കാരണം ഈ ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻസിൻ്റെ ഹിസ്റ്ററി വെച്ച് ടാറ്റയുടെ അടുത്ത് വാറണ്ടി ക്ലെയിംസിന് പോയി കഴിഞ്ഞാൽ അവർ വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല. അവരപ്പോൾ തന്നെ ചെയ്തു തരും. അപ്പോൾ പിന്നെ ചെയ്യാനുള്ള താമസം അത് ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പേടി. ഞാൻ വിചാരിച്ചു ഈ ബാറ്ററിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ച വണ്ടി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവർ 5 ദിവസം തിരിച്ചു വന്നു. അപ്പം ദേ സർപാസ്ഡ് മൈ എക്സ്പെക്ടേഷൻസ്. പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ലപോലെ അവർ ചെയ്തു. സോ ഐ എം ആക്ച്വലി ഹാപ്പി. അപ്പം പുതിയ ബാറ്ററിയും കിട്ടി, കാര്യം പെട്ടെന്ന് നടന്നു കിട്ടി. അപ്പം അണ്ടർ വാറണ്ടിയിൽ ബാറ്ററി മാറിയിട്ടുള്ള ടിയാഗോ ആണിത്. അപ്പം ബാറ്ററി ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മാറ്റിയത്. വേറെ ആർക്കെങ്കിലും ഇതുപോലെ പ്രശ്നങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന നേരിട്ടറിയാവുന്ന ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതും ഇതുപോലെ 2-3 ദിവസം കൊണ്ട് അവർ ബാറ്ററി മാറ്റി കൊടുത്തു. ഓക്കെ. അപ്പോൾ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇങ്ങനെ. അപ്പം അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ എനിക്കും പറ്റുമോ. 2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കും പറ്റി. പക്ഷെ ആ വണ്ടി ഇത്ര ഓടിയിട്ടുണ്ടായില്ല. എനിക്ക് പ്രെഡിക്റ്റബിൾ ആണ് ഈ വണ്ടി. എന്ന് വെച്ചാൽ ലിംബോം വരും, പക്ഷെ നമ്മൾ വീട്ടിലെത്തും. അല്ലാതെ വഴി കിടക്കുന്നുള്ള കാര്യം ഞാൻ കേട്ടിട്ടില്ല ഈ വണ്ടിക്ക്, അതായത് ടിയാഗോന്.
അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് വരുന്ന വണ്ടികളുണ്ടാവാം, പക്ഷേ ടിയാഗോയ്ക്ക് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് വരുന്നില്ല. എക്സ്പെക്റ്റഡ് ആണ്, എക്സ്പെക്റ്റഡ് പ്രോബ്ലംസ് ആണ്, അതും ഡീൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. സിംറ്റംസ് ഒക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? കാരണം വേറെ ഒന്നും ഇതിൽ പ്രോബ്ലം വരുന്നില്ല. അപ്പം എല്ലാം റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബിൽഡ് ക്വാളിറ്റി കൊള്ളാം. ഓക്കെ, അപ്പം എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഓക്കെ, ഓക്കെ. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് EV അല്ലേ? ദിസ് ഇസ് മൈ ഫസ്റ്റ് EV. ഓക്കെ. അപ്പം അൺപ്രഡിക്റ്റബിൾ ട്രിപ്സ് വരുമ്പോൾ, കാരണം നേരത്തെ ഡീസൽ വെഹിക്കിൾ നേരെ പോയി ഡീസൽ അടിക്കാൻ പോവുക, അതായിരുന്നു ശീലം. ഇപ്പോൾ EV വന്നു, നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രിപ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം, മൊത്തത്തിൽ പറയാനൊക്കില്ല എങ്കിലും. അപ്പോൾ ഇപ്പോൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇപ്പോൾ അൺപ്ലാൻ ട്രിപ്സിന് EV അത്ര സുഖമില്ല. യു ഹാവ് ടു പ്ലാൻ ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ യു കനോട്ട് ഹാവ് എൻ അൺപ്ലാൻ ട്രിപ്പ് EV. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള EV ആണെങ്കിൽ 30+ BYD ആറ്റോ, അല്ലെങ്കിൽ അയോണിക്, അല്ലെങ്കിൽ XC40 റീചാർജ്, ഇതൊക്കെ ആണെങ്കിൽ അൺപ്ലാൻഡ് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം. സോ ഇതിനെക്കുറിച്ച് നല്ലപോലെ ആലോചിച്ചിട്ടാണ് എടുത്തത്. കാരണം എൻ്റെ പ്ലാൻ ട്രിപ്സ് എല്ലാം ഈ വണ്ടിയിൽ ഓടും. അൺപ്ലാൻ ട്രിപ്സിന് എനിക്ക് ഡീസൽ വണ്ടി വേറെ ഉണ്ട്. അപ്പോൾ പക്ഷെ ആ വണ്ടിയുടെ ഓട്ടം ഇപ്പോൾ ഓൾമോസ്റ്റ് നിൽ. അപ്പം കാരണം നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് ഇത് അൺപ്ലാൻ ട്രിപ്സ് വന്നാൽ എന്ത് ചെയ്യുന്നുള്ള. പക്ഷെ അൺപ്ലാൻ ട്രിപ്സ് ഒരു വർഷത്തിൽ 1-2 പ്രാവശ്യം വരുള്ളൂ. അപ്പോൾ ആ വണ്ടി ഇപ്പോൾ ഓടുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു വണ്ടി അധികമാണ് വീട്ടിൽ. അപ്പോൾ ഞാനത് എങ്ങനെ കളയും എന്നൊക്കെ ആലോചിച്ചിരിക്കും. ക്വാളിസ് അല്ല കളയാൻ പോണേ, മറ്റേ ഡീസൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അത് ബൊളേറോ. അപ്പോൾ ബൊളേറോ നിയോ. അപ്പോൾ അൺപ്ലാൻ ട്രിപ്സ് വരുമ്പോൾ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് അവിടെ പോയാൽ എവിടെയൊക്കെ പോകേണ്ടി വരും അതറിയില്ലെങ്കിൽ ഐ വിൽ ടേക്ക് ദ ബൊളേറോ. അപ്പം അൺപ്ലാൻ ട്രിപ്സിന് എനിക്ക് വണ്ടി ഉണ്ട്, സോ ഐ ഡോണ്ട് മൈൻഡ്, അത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കപ്പ് വണ്ടി ഉണ്ട് എന്നുള്ള ധൈര്യത്തിലും കൂടെയാണ് EV എടുക്കുന്നത്. ഓക്കെ. അപ്പം ലോങ് ഡ്രൈവ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് മീൻസ് ചാർജിങ് സ്റ്റേഷൻസ്, എങ്ങനെ ചാർജിങ് സ്റ്റേഷനിൽ ചെന്നുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒരു എക്സ്പീരിയൻസ് എന്താണ് അതിൻ്റെ? ലോങ് ഡ്രൈവ് പോകാൻ പറ്റുമോ EV? സൗത്ത് ഇന്ത്യയിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എൻ്റെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മാക്സിമം കോയമ്പത്തൂർ, അല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയത് ടീക്കോയ്. അതൊന്നും വലിയ ലോങ് ഡ്രൈവ് അല്ല, 200 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് തൃശ്ശൂർ, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. ടീക്കോയൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിലും ഒറ്റ പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടി വരും. തൃശ്ശൂരാണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യണോ? എന്ന് വെച്ചാൽ ഒരു സേഫ്റ്റിക്ക് നമ്മൾ. അപ്പോൾ ഒരിക്കലും ലിംഫോം എത്തുന്നവരെ വണ്ടി ഓടിക്കില്ല. എനിക്കൊക്കെ കുറച്ച് റേഞ്ച് ആങ്സൈറ്റി ഉള്ളതാണ്. അപ്പോൾ ഒരു 40 എത്തുമ്പോൾ തന്നെ ഞാൻ ചാർജർ അന്വേഷിക്കും, അല്ലെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഈ ചാർജറിൽ പോയി ഞാൻ ചാർജ് ചെയ്യുന്ന പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ ചാർജ് ചെയ്യാൻ പോകുമ്പോൾ മിക്കവാറും റെസ്റ്റോറൻറ്റ് അറ്റാച്ച് ടു ആ ചാർജറാണ് ഞാൻ നോക്കുന്നത്. ചാർജർ മാത്രമുള്ള സ്ഥലത്ത് ഞാൻ അടിക്കാറില്ല, ചാർജ് ചെയ്യാറില്ല. അപ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ നിർത്തും. അവിടെ ഒരു അരമണിക്കൂർ 40 മിനിറ്റ് എന്തായാലും ചിലവാകും. എനിക്ക് അത്രയും സമയം മതി ഈ വണ്ടി പിന്നെയും ഫുൾ ചാർജ് ആവാൻ. കാരണം ഈ 40 ആയിരിക്കുമല്ലോ, 40 100 എത്താൻ 45 മിനിറ്റ്, 50 മിനിറ്റ്സ് മാക്സിമം. മാക്സിമം 40 വരെ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 50-60 ഒക്കെ കാണും. ഇല്ല, 40 ആവുമ്പോഴാണ് സാധാരണ ചാർജ് ചെയ്യാറ്. അപ്പോൾ എനിക്കൊരു 50 മിനിറ്റ്സിൽ ചാർജ് ആവും. ഫാസ്റ്റ് ചാർജിങ് 24 കിലോവാട്ട്സിൻ്റെയോ 30 കിലോവാട്ട്സിൻ്റെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്നാവും. അതിനായിട്ട് എക്സ്ട്രാ ടൈം കളയുന്നില്ല. എന്ന് വെച്ചാൽ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് 92-ന് മേളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ചാർജിങ് സ്ലോ ആണ്. അപ്പോൾ ആ സ്ലോ ചാർജിങ് ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഫൈനൽ ചാർജിങ് മാത്രമല്ല നടക്കുന്നത്, സെൽ ബാലൻസിങ്ങും കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓപ്റ്റിമൈസേഷൻ. അപ്പം നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ വല്ലപ്പോഴൊക്കെ 92-ൽ നിർത്തിയാൽ കുഴപ്പമില്ല. പക്ഷേ സ്ഥിരം 92-ലൊക്കെ അൺപ്ലഗ് ചെയ്യുവാണെങ്കിൽ യു ആർ ഗോയിങ് ടു, അപ്പോൾ ആ ബാറ്ററിയുടെ ലൈഫിന് പ്രശ്നം വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഓടിക്കാറ്. അതുപോലെ ഈ 90+ ആക്കുന്നത് ഓക്കെയാണോ? മീൻസ് കൂടുതൽ വരും 82? എല്ലാ ദിവസവും ഞാൻ 100-ലോട്ട് ചാർജ് ചെയ്യാറുണ്ട്. 100-ലോട്ട് ചാർജ് ചെയ്യാൻ ടാറ്റ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊതുവേ EV ഓണേഴ്സ് ഗ്രൂപ്പിലെല്ലാം 100% ചാർജ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജേഴ്സിൻ്റെ കാര്യമോ? ഫാസ്റ്റ് ചാർജേഴ്സ് ആണെങ്കിലും 80. ഇപ്പോൾ ഇഫ് യു വോണ്ട് ടു ലീവ് ഇൻ എ ഹറി, പെട്ടെന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ 80-90-ലൊക്കെ വെച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും. അല്ല, ഞാൻ ചോദിച്ചത് ഫാസ്റ്റ് ചാർജിങ് സ്ഥിരമായിട്ട് ചെയ്യുന്നതിൽ. ഫാസ്റ്റ് ചാർജിങ് സ്ഥിരമായിട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഭൂരിഭാഗം ചാർജിങ്ങും നമ്മുടെ സ്ലോ ചാർജിങ് വീട്ടിൽ വെച്ച് തന്നെയാണ്. ഫാസ്റ്റ് ചാർജിങ് വേണ്ടി വരുന്നത് ഇതുപോലെ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും വേറെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഞാൻ ഫാസ്റ്റ് ചാർജിങ്ങിന്
ഒരു പ്രാവശ്യം പോകും, ഒരു 100 ആക്കിയിട്ട് വരും. 100 ആക്കിയിട്ട് വരും. കാരണം ആ ഒരു ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇടയ്ക്കിടയ്ക്ക് ഓടിച്ച് നിർത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത. അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നും കൂടെ EV ഓണേഴ്സ് അസോസിയേഷൻ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 40 to 100% ആക്കാൻ എത്ര എമൗണ്ട് ആണ് ചാർജിങ് കോസ്റ്റ് ആകാറുള്ളത്? എനിക്ക് എക്സാക്റ്റ് അറിയില്ല, കാരണം ഞാൻ ആ വാളറ്റിൽ നിറയ്ക്കും, എന്നിട്ട് ഫിൽ ഇറ്റ് ഷട്ട് ഇറ്റ് ഫോർഗെറ്റ് ഇറ്റ് ആണ്. അപ്പോൾ പണ്ടൊക്കെ ട്രിപ്പിന് പോകുമ്പം 2000-4000 രൂപ കത്തിപ്പോണ കണ്ടിട്ട് ഇതിപ്പോൾ 200 രൂപ 160 രൂപയൊക്കെ കത്തുമ്പോൾ ജസ്റ്റ് വെള്ളം മേടിക്കുന്ന കാശ് പോലെ പോകുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡിനാണ്, ഞാനീ പോയി പാർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ ഫുഡിനായിരിക്കും ഇതിന്റെ പല മടങ്ങ് കൂടുതൽ ചിലവ് വരിക, ചാർജിങ്ങിന് ചിലവ് വരില്ല. പിന്നെ ഓരോ ചാർജിങ് നെറ്റ്വർക്കിന് ഓരോ റേറ്റ്സ് ആണ്. അപ്പം സ്ഥിരം ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ചില സ്ഥലത്ത് 18 rupees പെർ യൂണിറ്റ് വരുന്നുണ്ട്, 18, ചിലർക്ക് 12 വരാറുണ്ട്, ചിലർക്ക് 24 വരാറുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തെയും ഓരോ നെറ്റ്വർക്കിന്റെ റേറ്റ് അനുസരിച്ച്. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് ഗോഇസി അല്ലെങ്കിൽ EVOKയുടെ ചാർജസാണ്. അത് എപ്പോഴും ലോ റേറ്റ്സ് ആയിരിക്കും, ചാർജ് മോഡിന്റെയോ EVOKയുടെയോ. പിന്നെ ചാർജിങ് ടൈമിന്റെ കാര്യം, എത്ര ടൈം എടുക്കാറുണ്ട് പൊതുവേ? അത് വാങ്ങിച്ചപ്പോൾ ഉള്ള അതേ ടൈം തന്നെയാണ് എപ്പോഴും എടുക്കാറുള്ളത്? ചാർജിങ് ടൈമിന് ഒരിക്കലും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഫാസ്റ്റ് ചാർജിങ് ഈ പറഞ്ഞ 45 to 50 മിനിറ്റ്സിൽ തീരും. സ്ലോ ചാർജിങ് ഞാനിപ്പോൾ 34% 40% ആയിരിക്കും. 6.5 മണിക്കൂർ 7 മണിക്കൂർ എടുക്കും ചിലപ്പോൾ. 6 മണിക്കൂറിൽ തീരും. എന്തായാലും ചാർജ് ആയില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് രാത്രി 10 മണിയാകുമ്പോൾ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് പോകും, എന്നിട്ട് രാവിലെ വരുമ്പോൾ വണ്ടി റെഡി. അത് ഫോണിൽ കാണാൻ പറ്റും എത്ര കട്ട് ഓഫ്? ആപ്പ് ഉണ്ട്, സി കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ഫസ്റ്റ് ഇയർ ഫ്രീയാ, സെക്കൻഡ് ഇയർ തൊട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ സബ്സ്ക്രിപ്ഷൻ എടുക്കില്ല. അതിൻ്റെ ആപ്പ് ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റാണ്. ഇൻ തിയറി നല്ല ആപ്പാണ്, കാരണം നമുക്ക് റിമോട്ട് ലോക്ക് ചെയ്യാം, ജിയോ ഫെൻസ് ചെയ്യാം, GPS ഇന്റഗ്രേഷൻ ഉണ്ട്. ജിയോ ഫെൻസ് ചെയ്യാൻ പറ്റും, GPS ഇന്റഗ്രേഷൻ ഉണ്ട്. നമ്മൾ എവിടെയൊക്കെ പോയിട്ടുണ്ട്, ആ പോയ റൂട്ട്, അതിൻ്റെ സ്പീഡ്, നമ്മുടെ ആക്സിലറേഷൻ, നമ്മുടെ ബ്രേക്കിംഗ് സ്റ്റൈല്, റീജനറേഷൻ്റെ എഫിഷ്യൻസി, ഇതെല്ലാം അതിൽ കാണും. സോ ടെക്നിക്കലി ഇറ്റ് ഈസ് എ വെരി ഗുഡ് ഐഡിയ. പക്ഷേ ഈ സാധനം ഒരിക്കലും വർക്ക് ചെയ്യില്ല. അപ്പം പിന്നെ ആദ്യത്തെ വർഷം ഫ്രീ ആയതുകൊണ്ട് ഞാൻ വലിയ ബഹളമൊന്നും ഉണ്ടാക്കാൻ പോയില്ല. പക്ഷെ അതുള്ളപ്പം ഭയങ്കര യൂസ്ഫുൾ ആണ്, ഇടയ്ക്കിടയ്ക്കേ വർക്ക് ചെയ്യുള്ളൂ. അതിൽ തന്നെ എത്ര ചാർജ്, ഇപ്പോൾ 90% കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ കട്ട് ഓഫ് ചെയ്യാം, അല്ലെ രാത്രി ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ എടുത്ത് നോക്കിയാൽ ചാർജ് ആവുന്നുണ്ടോ, അതൊക്കെ ആക്യുറേറ്റ് ആണ്. വെൻ ഇറ്റ് ഇസ് കണക്റ്റഡ് ഇറ്റ് ഇസ് എ റിയലി ഗുഡ് ആപ്പ്. സി കണക്ട് എന്ന പേര്, പക്ഷെ കണക്ട് ആവില്ല. കണക്ട് ആയാൽ നല്ലതാണ്, ആകാത്ത സമയത്താണ് പ്രശ്നം. പിന്നെ ലൈറ്റ് വിസിബിലിറ്റി, പ്രൊജക്ടർ ലാംപ്സ് ആണ് വരുന്നത്. നല്ല ലൈറ്റ് ആണ്, എനിക്ക് ലൈറ്റിന് ഒരു പ്രശ്നം വന്നിട്ടില്ല. രാത്രി അധികം ഡ്രൈവ് ചെയ്യാറില്ല, ഡേ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ലപ്പോഴൊക്കെ നൈറ്റ് ഓടും. പക്ഷെ ആ സമയത്ത് ഒരിക്കലും ലൈറ്റിനൊരു പ്രശ്നം തോന്നിയിട്ടില്ല. നല്ല TPMS ഉണ്ടെന്ന് പറഞ്ഞു. TPMS ഉണ്ട്. TPMSന്റെ യൂസ് വന്നിട്ടില്ല, കാരണം എപ്പോഴും ഞാൻ ടയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. ഒരു 1-2 വീക്സിൽ ഗ്യാപ്പിൽ ചെയ്യാറുണ്ട്. അതിന് തന്നെ പിന്നെ പമ്പെല്ലാം ഉണ്ട്. ഒരു പ്രാവശ്യം ഓവർ ഇൻഫ്ലേറ്റ് ചെയ്തപ്പോൾ TPMS വാർണിംഗ് അടിച്ചു. അപ്പം അത് യൂസ്ഫുൾ ആണ്. പക്ഷെ അണ്ടർ ഇൻഫ്ലേഷൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടില്ല, ഓവർ ഇൻഫ്ലേഷൻ ഞാൻ വന്നിട്ടില്ല. പിന്നെ ടിയാഗോ EVയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പവർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷനും കൊള്ളാം. കംഫർട്ട് വേണ്ടി ട്യൂൺ ചെയ്ത റൈഡാണ്. അപ്പോൾ ആ റൈഡ് സോഫ്റ്റ് ആണ്. റഫ് റോഡ്സിൽ നല്ല കംഫർട്ടാണ് ഉള്ളിൽ. റഫ് റോഡ്സ് ആണെങ്കിലും ഫാസ്റ്റായിട്ടും പോകാൻ പറ്റുന്നുണ്ട്. ഹാൻഡ്ലിങ് അത്ര ഒരു ഹോട്ട് ഹാച്ച് പോലെ ഹാൻഡിൽ ചെയ്യത്തൊന്നുമില്ല. അപ്പം എമർജൻസി ആയിട്ട് സ്ലാലം മനൂറോ അല്ലെങ്കിൽ ലെയിൻ ചേഞ്ചോ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അണ്ടർ ബ്രേക്കിംഗ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷിക്കുന്ന പോലെ പോകണമെന്നില്ല. മറ്റേ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ഫീഗോന്റെയോ ഒരു എക്കോസ്പോർട്ടിന്റെയോ ഹാൻഡ്ലിങ്ങിന്റെ ഒപ്പം എത്തില്ല. പക്ഷെ ആ വെയിറ്റും ബോഡി ഡൈനാമിക്സും റൈഡ് കംഫർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് ഓൾ എക്സ്പെക്റ്റഡ്. സ്റ്റിയറിംഗ് കംഫർട്ടോ? നല്ല ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല ഈസിയാണ്, ഫീഡ്ബാക്കും ഉണ്ട്. നല്ല ഫീഡ്ബാക്കാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ ബ്രേക്കിംഗ് പോരാ, എനിക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ബ്രേക്കിംഗ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഇതുവരെ പ്രോബ്ലംസ് ഒന്നുമില്ല, പക്ഷേ
ABS ഇടയ്ക്കിടയ്ക്ക് കിക്കിൻ ആവുന്നുണ്ട്. അപ്പോൾ ഫോർഡ് ഓടിക്കുമ്പോൾ എനിക്ക് ABSന്റെ യൂസ് വരില്ല, അതിൻ്റെ സ്റ്റാൻഡേർഡ് ബ്രേക്കിങ്ങിൽ തന്നെ നിൽക്കും. ABS വല്ലപ്പോഴൊക്കെ യൂസ് വരും. ഇതിപ്പോൾ ഡെയിലി എനിക്ക് ABS കിക്കാവുന്ന. ABSന്റെ സൗണ്ട് ഒരു അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തോ? മീൻസ് ആ ഒരു വൈബ്രേഷൻ പോലെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ABS എങ്ങനെ സൗണ്ട് ഉണ്ടാക്കണം ആ സൗണ്ടാണ് ഇത് ഉണ്ടാകുന്നത്. ദാറ്റ്സ് ഓക്കെ. ഓവറായിട്ടൊന്നും ഇല്ല. പക്ഷേ ബ്രേക്കിംഗ് പെർഫോമൻസ് ഇസ് നോട്ട് കുഡ് ബി ബെറ്റർ. ഈ വണ്ടിയുടെ പവറിന് ഇത്രയും ബ്രേക്ക് പോരാ. മീൻസ് ഇത്ര ഇനിഷ്യൽ ഉള്ള സ്ഥിതിക്ക് ഇത്രയും ബ്രേക്ക് പോരാ. ഓക്കെ. പിന്നെ ലോങ് ഡ്രൈവിന്റെ കംഫർട്ട് എങ്ങനെയുണ്ട്? മീൻസ് ആ ഒരു വൈബ്രേഷൻ ഒക്കെ മാറി ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓവർടേക്കിംഗ് ഭയങ്കര ഈസിയാണല്ലോ, അതുകൊണ്ട് സ്ട്രെസ് അധികമില്ല. ഏത് ഗ്യാപ്പ് കണ്ടാലും നമുക്ക് എടുക്കാൻ പറ്റും. ഒതുക്കമുള്ള വണ്ടിയാണ്. സോ ഗ്യാപ്പ് എല്ലാം കിട്ടും. അപ്പോൾ ശരിക്കും ബൈക്ക് പോകുന്ന പോലെ പോകാൻ പറ്റും. സിറ്റിക്കകത്താണെങ്കിൽ നാരോ ലെയിൻസ് ഈസി ആയിട്ട് മാനുവർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ലോങ് ഡ്രൈവിൽ ഞാൻ ഡെയിലി ഡ്രൈവിൽ ഇപ്പം ക്രൂസ് യൂസ് ചെയ്യും. ക്രൂസ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 മാസമേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ശരി. ഇപ്പോൾ ക്രൂസ് നമ്മുടെ റോഡ് യൂസ് ചെയ്യാൻ പറ്റും. പലരും പറയുന്നത് പറ്റില്ല എന്നാണ്. ക്രൂസ് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ പ്ലാനിങ് വേണം, കുറച്ചുകൂടെ ഇൻവോൾവ്മെന്റ് വേണം. എന്ന് വെച്ചാൽ ഫുൾ മൈൻഡ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കണം. അപ്പം പക്ഷെ അതൊരു എൻജോയ്മെന്റ് ആണ്. ഇപ്പം സ്പീഡ് പ്രെഡിക്റ്റ് ചെയ്യുക കറക്റ്റായിട്ട്, പെഡൽ യൂസ് ചെയ്യാതെ ക്രൂസ് മാത്രം യൂസ് ചെയ്ത് ആക്സിലറേറ്റ് ചെയ്ത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് കേട്ടിട്ടുണ്ട്. ഇതിപ്പം 0 പെഡൽ ഡ്രൈവിംഗ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ റീജൻ യൂസ് ചെയ്യാറുണ്ടായിരിക്കുമല്ലോ? റീജൻ സിറ്റിക്കകത്ത് ഞാൻ റീജൻ യൂസ് ചെയ്യും, ഹൈവേയിൽ റീജൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. ക്രൂസ് വെച്ച് തന്നെ അങ്ങനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. റീജൻ യൂസ് ചെയ്യുമായിരുന്നു തുടക്കത്തിൽ. റീജൻ 3 ഇട്ട് ഓടിച്ചു. റീജൻ 3 ഇട്ട് ഓടിക്കുമ്പോൾ റേഞ്ച് കുറയുന്നുണ്ട്. കാരണം ഇനേഷ്യ നമ്മൾ ആ വണ്ടി പെട്ടെന്ന് സ്ലോ ആവും. ബ്രേക്ക് ഇടുന്നതിന്റെ അതേ സ്പീഡിൽ അത് സ്ലോ ആവും. അത് കഴിഞ്ഞ് പിന്നെ ആക്സിലറേറ്റ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കും റീജനിൽ റീജൻ 3 ഒത്തിരി റേഞ്ച് കൂടുതലുണ്ട്. ഇല്ല, റീജൻ 3 റേഞ്ച് കുറയ്ക്കും. റീജൻ 2 പോലും റേഞ്ച് കുറയ്ക്കും. റീജൻ 1 ഓക്കെ. എനിക്കിപ്പോൾ റീജൻ ഇല്ലാതെയാണ് റേഞ്ച് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 60-70 പ്ലസ് ക്രൂസ് ചെയ്യുന്നവർ റീജൻ ഇല്ലാതെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു 70-80 ഇടയ്ക്ക് ഓടിക്കുവാണെങ്കിൽ റീജൻ ഇല്ലാതെ ഓടിച്ചാൽ മതി, അതാണ് ബെറ്റർ. ഓക്കെ. അപ്പം മെയിൻ കാര്യം ഇതിന് മാക്സിമം എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ട്? ഇതിപ്പോൾ നമ്മൾ ഫുൾ ബാറ്ററി കപ്പാസിറ്റി യൂസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഒരു 30% വരെ ഓടിക്കുവാണെങ്കിൽ എനിക്കൊരു 180-170 ഒക്കെ കിട്ടും. ഓക്കെ. അപ്പം ബാക്കി ഒരു റിസർവ് 30%. പിന്നെ ഒരു 60 കിലോമീറ്റർ ഓടിക്കാനുള്ളത് ഉണ്ടാവും ബാറ്ററിയിൽ എന്ന് കാണിക്കും. ഞാൻ പക്ഷേ അത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അതിൻ്റെ അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു 230 കിട്ടും. 230 എന്തായാലും കിട്ടും. ഡീസൻ്റ് ആയിട്ട് ഓടിച്ചാൽ അതിൽ കൂടുതൽ, അല്ലാതെ ഓടിച്ചാലും കിട്ടും. ഡീസൻ്റ് ആയിട്ട് വെറുതെ ഓടിച്ചാൽ എന്തായാലും 180 kiട്ടും. എന്നുവെച്ചാൽ ഒരു ശ്രദ്ധയും ഇല്ലാതെ ബോയ് റേസറിനെ പോലെ ഓടിക്കുവാണെങ്കിൽ 180 കിട്ടും. ഡീസൻ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എന്നാലും ഫാസ്റ്റർ ദെൻ ട്രാഫിക്. നമ്മൾ ബാക്കി ആരെക്കാട്ടിലും ഫാസ്റ്റായിട്ട് പോകണമെങ്കിൽ 230 കിട്ടും. പിന്നെ വളരെ സൂക്ഷിച്ച് ഓടിക്കുകയാണെങ്കിൽ 260-270 കിട്ടും. പക്ഷെ അങ്ങനെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. മുമ്പേ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും പെട്രോൾ ഡീസൽ ഒന്നും ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ വയ്യെന്ന്. ഇനിയൊരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ EV-ലോട്ട് തന്നെ ആയിരിക്കും അപ്ഗ്രേഡ്. പിന്നെ ഇനിയിപ്പോൾ പാഷൻ്റെ പുറത്ത് എന്തെങ്കിലും മേടിച്ചാലായി. അപ്പോൾ അല്ലെങ്കിൽ കാർ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ഇതിപ്പോൾ നെക്സ്റ്റ് കാർ എന്ന് പറയുന്നത് ബാക്കപ്പ് കാറാണ്, വലിയ ഓട്ടോ ഇല്ല. അപ്പം എനിക്ക് കുറച്ചുകൂടെ വലിയ ക്യൂബിക് കപ്പാസിറ്റി ഉള്ള എൻജിൻ ഉള്ള വണ്ടി, അല്ലെങ്കിൽ മൈലേജ് ഇല്ലെങ്കിൽ സാറില്ല. എനിക്ക് വർഷത്തിലൊരിക്കലും എനിക്ക് വണ്ടി ഓടിക്കേണ്ട, ലോങ് ഡിസ്റ്റൻസ് ഓടിക്കേണ്ട, അത് എന്തുവേണേലും മേടിക്കാം. അപ്പോൾ ഇനിയിപ്പോൾ പെട്രോൾ SUV പോലും നോക്കാൻ പറ്റുന്ന ഒരവസ്ഥ എത്തി. സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അങ്ങനെ. ഡീസൽ SUV അല്ലേ നമ്മൾ ആലോചിക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പെട്രോൾ SUV നോക്കാം. സോ സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ ഒരു തോട്ട് ഉണ്ട് ഇപ്പം. ഓക്കെ, അതൊക്കെയാണ്. നമ്മൾ ഇന്റീരിയറിൽ വന്നിരിക്കുന്ന ഫീച്ചേഴ്സ് മെയിൻ ആയിട്ട് കണക്ക് കൂട്ടുന്നില്ലായിരിക്കും അല്ലേ? എനിക്ക് ഇന്റീരിയേഴ്സിനെ കുറിച്ച് പണ്ടേ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എനിക്ക് വണ്ടി ഓടണം, ഇറ്റ് ഹാസ് ടു ബി ഫാസ്റ്റ്, ഇറ്റ് ഷുഡ് ഹാൻഡിൽ വെൽ. അപ്പോൾ ഇന്റീരിയേഴ്സ് ഞാൻ ഇതിൻ്റെ അകത്ത് ക്രൂസ് കൺട്രോൾ ഉള്ളത് തന്നെ ഞാൻ മേടിച്ച്
2 മാസം അയാൾ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അത് ശരി. അതുവരെ ഈ ബട്ടണിലോട്ട് നോക്കിയിട്ട് പോലും ഇല്ല. ഇതിപ്പോഴാണ് നോക്കണത്, ഇവിടെ ഫോണിന്റെ ബട്ടൺ ഉണ്ട്, പക്ഷെ ഐ സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ദാറ്റ് വർക്ക്സ്. അതാണ് എൻ്റെ അവസ്ഥ. ഇതില് ഹാർമന്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞു. ഞാനൊരു ഓഡിയോ ഫയൽ അല്ല. അപ്പം ഞാൻ സാധാരണ പോഡ്കാസ്റ്റ് കേട്ടാണ് പോവാറ്. അപ്പോൾ അതിന് അങ്ങനെ വലിയ ഓഡിയോ ക്വാളിറ്റി ആവശ്യമില്ല, നോർമൽ സ്പീക്കർ ക്വാളിറ്റിയുടെ ആവശ്യമുള്ളൂ. അതേതായാലും മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC. സോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. AC കൂളിംഗ് എങ്ങനെ? കൂളിംഗ് നല്ലതാ, എത്ര ചൂടാണേലും പെട്ടെന്ന് തണുക്കും. സോ ഫോർഡിന്റെ നല്ല AC ആണ്, പക്ഷേ ദിസ് ഇസ് ബെറ്റർ ദാൻ ഫോർഡ്, ഈസ് വാട്ട് ഐ തോട്ട്. ഓക്കെ. പിന്നെ സ്റ്റോറേജ് സ്പേസുകൾ, പ്രാക്ടിക്കാലിറ്റി അതൊക്കെ എങ്ങനെയുണ്ട്? ട്രാവൽ ചെയ്യുമ്പോൾ ആകെ ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് വെക്കാൻ ഇവിടെ ഒരു സ്ഥലമുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട്, എനിക്കത് ഈ ഫോൺ ക്യാരി ചെയ്യുന്നത് ഒരു ശല്യമാണ്. ബിക്കോസ് ഇതിൻ്റെ ഒരു USB കണക്ഷനും ഇതും എപ്പോഴും കുറച്ച് ഫിഡ്ലിയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ വയേർഡ് ആണല്ലേ? വയേർഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ്, റിലയബിൾ ആയിട്ട് കണക്ട് ആവണില്ല. ഓക്കെ. സോ അപ്പം ഇടയ്ക്കിടയ്ക്ക് സെഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞു വരുന്നു, അതൊരു ഇറിറ്റേഷൻ ആണ്. അപ്പം ഞാനിപ്പം ബ്ലൂടൂത്ത് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പം ഫോൺ വെക്കാനുള്ളൊരു പ്രോപ്പർ സ്പേസ് എന്ന് പറയാനായിട്ടില്ല? ഇല്ല. ഓക്കെ. അത് പിന്നെ ഹാൻഡ് റെസ്റ്റ് വേണമെന്ന് തോന്നിയോ? ഇല്ല, കൈ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഗിയർ സെലക്ടറിൽ സ്പോട്ടിലിട്ട് കളിക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ. റിയർ സ്പേസിനെ പറ്റി ചോദിച്ചാൽ റിയറിലിരുന്നിട്ടുണ്ടോ? റിയറിലിരുന്നിട്ടില്ല ഈ വണ്ടിയുടെ. റിയറിലിരിക്കാൻ സാധ്യതയില്ല. ഈ വണ്ടിയുടെ സ്റ്റിയറിംഗ് വിടാൻ തോന്നാറില്ല. മുമ്പ് ഞാൻ എക്കോ സ്പോർട്ടിന്റെ കാര്യം ചോദിച്ചപ്പോൾ അതിന്റെ റിയറിൽ ഇതുവരെ ഇരുന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറാത്ത ആളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നില്ല. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇന്റീരിയറിൽ പറയാനുള്ളത്. ബാക്കി ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ എന്തുണ്ട്? മീൻസ് ക്വാളിറ്റി, അതിനെപ്പറ്റി എങ്ങനെയുണ്ട് പറയാൻ? ക്വാളിറ്റി എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടുന്നത് എനിക്ക് ഹാപ്പിയാണ്. അപ്പം ഐ ഹാവ് നോ കംപ്ലയിൻസ്. No, I have no. I'm trying to think of complaints. I can't get any. Okay. അങ്ങനെയാണ്, കുഴപ്പമില്ല. അപ്പം വേറൊരു ചെറിയ വിഷമകരമായ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 5EV വന്നു, അതിലോട്ട് പോകണമെന്ന് തോന്നിയായിരുന്നോ? നല്ല വിഷമമുണ്ട്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. കാരണം ഈ വണ്ടി മേടിച്ചപ്പോൾ ഐ എം സൂപ്പർ ഹാപ്പി. ടിയാഗോ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ 5EV വന്നപ്പോ വെയിറ്റ് ചെയ്യാറ് കുറച്ച് നാളുടെ അല്ലേ? പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ഞാൻ ഇത്രയും കാശ് ലാഭിച്ചു. ഇനിയിപ്പോ കൊടുത്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശമില്ല. ഇത് റീറ്റെയിൻ ചെയ്തോണ്ട് ചിലപ്പോ. കാരണം വീട്ടിലും ഇപ്പൊ എല്ലാവർക്കും ഹാപ്പിയായി. അപ്പൊ ഇപ്പൊ വൈഫ് ഒരു EV ചോദിക്കുന്നു, അപ്പം എനിക്കും ഒരു EV വേണം. എനിക്ക് ഡീസൽ ഓടിച്ചു മടുത്തു. അപ്പം സോ ചിലപ്പോ ഇനിയൊരു EV എടുക്കേണ്ടി വരും. അപ്പം ബഡ്ജറ്റ് ആണെങ്കിൽ ടാറ്റയിൽ തന്നെ നിൽക്കും. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണോ അത് പിന്നെ 25+ പോകേണ്ടി വരുമല്ലോ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ. HRDCയുടെ പ്രൈസ് ഒക്കെ കുറച്ചു കൊണ്ടുവന്നു, കൊതി വന്നു. പിന്നെ ഞാൻ റെസിസ്റ്റ് ചെയ്തു, ഉടനെ ഒന്നും വീഴത്തില്ല ഇനി. ഓക്കെ. അപ്പം അതൊക്കെയാണ് ഇന്റീരിയറിൽ. ഒരു ഫീച്ചർ നോക്കുന്ന പേഴ്സൺ അല്ല, അതുകൊണ്ട് നമ്മൾ ഇന്റീരിയറിനെ പറ്റി അധികം ചോദിച്ചിട്ട് കാര്യമില്ല. പുറത്തു പോയി നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി വിൽ യു സജസ്റ്റ് ആൻ EV പുതിയൊരാൾ വാങ്ങിക്കാൻ നോക്കുമ്പോൾ? നല്ലപോലെയാണ് നമ്മൾ പറഞ്ഞത് ഇതുവരെ എങ്കിലും അല്ല, ഓൺലി ഇഫ് യു ഗോ ഇൻ. ഇത് മുഴുവൻ പഠിച്ചിട്ടേ കയറാവുള്ളൂ, അല്ലാതെ ബ്ലൈൻഡായിട്ട് കയറാൻ പറ്റുന്നൊരു സിസ്റ്റം ആയിട്ടില്ല ഇപ്പോഴും. അല്ലെങ്കിൽ പിന്നെ യു ഹാവ് ടു ഗോ ഫോർ ദ ഹൈ എൻഡ് EVs. അങ്ങനെയാണെങ്കിൽ ബ്ലൈൻഡായിട്ട് പോകാം. അപ്പം MG, BYD ഇതെല്ലാം ബ്ലൈൻഡായിട്ട് എടുക്കാം. കാരണം ആ റേഞ്ച് ഉണ്ട്, സിംഗിൾ കാറായിട്ട് യൂസ് ചെയ്യാം. ഇത് ബാക്കപ്പ് അല്ല, ഇത് മെയിൻ കാറും നമുക്കൊരു ബാക്കപ്പ് കാർ വേറെ വേണ്ടി വരും ഈ ബഡ്ജറ്റ് EVs നോക്കുവാണെങ്കിൽ. പിന്നെ ഇത്രയും ഡ്രൈവിംഗ് വേണം. സോ ഇഫ് യു ആർ, ഞാൻ ഓടിക്കുന്ന അത്ര ഒരു ദിവസം ഓടിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് നോ ഓപ്ഷൻ, യു ഹാവ് ടു ടേക്ക് EV. ഫ്യൂവൽ പ്രൈസ് അങ്ങനെയാണ് ഇപ്പം. ആൻഡ് പിന്നെ ഫോർ ഫൺ ഓടിക്കാനാണെങ്കിലും ഓക്കെ, ചെറിയ ഷോർട്ട് ഡിസ്റ്റൻസ്. അപ്പം ആസ് എ സെക്കൻഡ് കാർ ഇറ്റ് ഇസ് റിയലി ഗുഡ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ സെക്കൻഡ് കാർ യു ഷുഡ് ഗോ ഫോർ EV. ഓക്കെ. പിന്നെ ടയർ ലൈഫിന്റെ കാര്യം, 28,000 ആയി. ഇനി എത്ര കിലോമീറ്റർ ഓടും ആയിരിക്കും കണ്ടിട്ട്? ഒരു 15 കിട്ടിയാൽ I'll be happy. കാരണം ഒത്തിരി വീൽ സ്പിൻ ഉണ്ട്, ഭയങ്കര വീൽ സ്പിൻ ഉണ്ട്. ഇവിടെ നോക്കണം, ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ട്രാക്ഷൻ കിട്ടാത്ത സ്ഥലത്ത് വണ്ടി ചുമ്മാ നിന്ന് കറങ്ങും. അപ്പോൾ കുറച്ച് ഡസ്റ്റ് ഉണ്ടെങ്കിൽ നാട്ടുകാരെല്ലാവരും തിരിഞ്ഞു നോക്കും. അല്ലെങ്കിൽ
ചെറിയ കയറ്റത്തിൽ കുറച്ച് ഡസ്റ്റ് ഉണ്ടായില്ല. അപ്പം ഒത്തിരി വീൽ സ്പിൻ ഉണ്ട്, ഡെയിലി വീൽ സ്പിൻ ഉണ്ട്. എന്നിട്ട് ഇത്രയും ടയർ ലൈഫ് കിട്ടി എന്നുള്ളതാണ് എൻ്റെ. ചിലർ നല്ല ലൈഫ് 50-70 ഒക്കെ പറയുന്നുണ്ട്, 70,000 ഒക്കെ ചില നെക്സൺസിനൊക്കെ കേട്ടിട്ടുണ്ട്. അത് അവരുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ബ്രേക്ക് പാഡ്സിൻ്റെ ഒക്കെ ലൈഫ് ലാസ്റ്റ് സർവീസിന് പോയപ്പോഴൊക്കെ നോക്കിയിരുന്നു, അവർ കുഴപ്പമൊന്നുമില്ല, ബ്രേക്ക് യൂസ് ചെയ്യുന്നില്ല അധികം. ഓക്കെ, റീജൻ ഉണ്ടാവും, അതാണ് കൂടുതലും. ബ്രേക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. ബ്രേക്ക് എനിക്ക് കിട്ടും എന്നുള്ള ഉറപ്പാ, പക്ഷെ ടയർ അധികം കിട്ടൂലായിരിക്കും. ഓക്കെ, അതെ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് ടിയാഗോ EVയെ പറ്റി അറിയാനുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. വളരെ നന്ദി. നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. കുറേ കാര്യങ്ങൾ, അതായത് EV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉള്ള കുറച്ച് ടിപ്സും അല്ലെങ്കിൽ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വളരെ നന്ദി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നീട് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. EV യൂസ് ചെയ്യുന്നവർക്ക് പല ഡൗട്ട്സ് കാണും, അപ്പം അത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ വേറെ അറിയാവുന്ന ഒരാൾക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. അങ്ങനെ അതൊരു യൂസ്ഫുൾ ഫോറമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ യൂസ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പം പുതിയ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസും യൂസ്ഫുൾ കണ്ടൻസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.